ഹായ് പ്രസൻറ്റ് സൗണ്ട് പറ. ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം? അതോ എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. എന്തോന്ന് ഞാൻ ഇത്രയും ചിരിക്കുന്നേ? കഴിഞ്ഞ ദിവസമല്ല, കുറേ ദിവസം കൊണ്ട് ഷൈനി പറയുന്നു ബിജി ഒന്ന് മുടി ഒന്ന് അഴിച്ചിട്ടിട്ടൊന്ന് വരണേന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മുടിയൊന്നും എനിക്കില്ല, അഴിച്ചിട്ടാൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെയും പറഞ്ഞു ബിജിക്കുട്ടി എടാ ഒന്ന് മുടി അഴിച്ചിട്ടുവാ. ഞാൻ പറഞ്ഞ് ഇല്ല, വെറും വധവാ, കൊള്ളത്തില്ല. അപ്പോൾ ഇന്ന് കമൻറ്റ് റിപ്ലൈ വന്നു എനിക്ക് ഞാൻ മിണ്ടത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ ഷൈനിക്കുട്ടിക്ക് ഞാൻ മുടി അഴിച്ചിട്ടെന്ന് കണ്ടോ, വെറും വധമല്ലേ? എങ്ങനെയുണ്ട്? ഇതാ ഞാൻ അഴിച്ചിടാത്ത, മുടി ഇല്ലല്ലോ ഇത്ര. പിന്നെ ഞാനിപ്പോൾ ഇത്തിരി ഉള്ളു പോലുണ്ട്. കുളിച്ചിട്ടെങ്ങനെ വരുവാണെങ്കിൽ കോഴിവാല് പോലെ കിടക്കും. നനഞ്ഞ കോഴിയുണ്ടല്ലേ, കോഴിയുടെ വാല് അതുപോലെ. അപ്പോൾ പിന്നെന്താ, ഞാൻ ഈ സത്യം പറയും ഇന്നലെ വീഡിയോ ഇടാനിരുന്നതല്ല. ഇടാനെന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിയാണ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രി പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് 10:30 ആകുമ്പം പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ അത് കേട്ട് നോക്കും, എന്നിട്ട് ഞാൻ എക്സ്പോർട്ടിങ് ഇടത്തുള്ളൂ. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതായതുകൊണ്ട് ഇന്നലെ ഞാൻ ചിന്തിക്കുന്നതുമേ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാതെ നോർമൽ സൗണ്ട് ഇടാൻ പറ്റത്തില്ല. ഒന്നാമത് ചൂട് കാരണം ഞാൻ അടുക്കള എക്സോസ് ഫാൻ ഇടും, അപ്പം ഭയങ്കര സൗണ്ടാണ്. അതല്ലാതെ ഈ പിള്ളേരിവിടെ ആണെങ്കിൽ ഭയങ്കര സംസാരവും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമൽ സൗണ്ട് ഇടുമ്പം ഇതായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഞാൻ രാത്രി കേൾക്കാൻ പോവാണ്, എന്തോ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകൾക്ക് ഇങ്ങനെ വരുന്നുണ്ട്, എന്ത് വിഷമമാണെന്നറിയാമോ? അപ്പം ഞാൻ പ്രേയറെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് കേട്ടോണ്ടേ ഞാൻ പറഞ്ഞ് നിർത്തിയതൊക്കെ ഇടയ്ക്ക് കയറിയ ഞാൻ കൊടുത്ത വോയിസ് ഓവറും വീഡിയോയുമായിട്ട് മാച്ചാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആകെ ഇരുന്ന് വിഷമിച്ച് അവസാനം കരഞ്ഞെന്ന് പറഞ്ഞാൽ കരഞ്ഞു പോകും. കാരണം 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ കുത്തിയിരുന്നതിനായിട്ട് 11 മണി പ്രയർ ഞാൻ 12:15 വരെ ഇങ്ങനെ ഇരുന്ന് അവസാനം റീച്ചാനെടുത്ത് ഞാൻ പറഞ്ഞ റീച്ചാൻ ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ അത് കുറച്ച് സ്ഥലം തൊട്ടായിരുന്നു, ഏതാണോ ആ പിള്ളേരുടെ ഞാൻ താഴത്തെ കാണിച്ചില്ലേ, അവിടെ തൊട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങി. അവിടെ തൊട്ട് പറയുന്ന വീഡിയോയുടെ അവിടെ അല്ല ഈ വീഡിയോ പോകുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും ആ വോയിസ് ഓവർ കൊടുത്ത് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് എല്ലാം ബൈ ഗോഡ് ബ്ലെസ് യു വരെ പറഞ്ഞ് നിർത്തി. അത് ഞാൻ വീണ്ടും കേൾക്കാൻ തുടങ്ങിയുണ്ടേ. ആ ഗോഡ് ബ്ലെസ് യു പറഞ്ഞതൊക്കെ ആദ്യവും പോയി, ഇടയ്ക്കൊക്കെ പോയി. എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ. ഒന്നാമത് എനിക്കിങ്ങനെ ഇരുന്ന് ചെയ്യാൻ വയ്യായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നാളെ ഇനി വീഡിയോ ഇടുന്നില്ലത്. അപ്പം ഞാൻ പറഞ്ഞ് റീച്ചാൻ ഒരു കുഴപ്പമില്ല, വീഡിയോ ഇട്ടാലും ഇട്ടില്ലേലും. അപ്പം ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ചിലരുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ ചില കമൻസുകളൊക്കെ വായിച്ചപ്പം അത് കണ്ടോണ്ടേ എനിക്കങ്ങ് എൻ്റെ ആ വിഷമം മൊത്തം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ വീണ്ടും ഞാനിരുന്ന് ദൈവമേ ശരിയാവണേ, എനിക്കിനിയും വയ്യ കർത്താവേ, എൻ്റെ വീഡിയോ നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞിരുന്നിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ സാധാരണ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് രാവിലെ ഞാൻ ചില ദിവസങ്ങളിൽ എക്സ്പോർട്ടിങ് ഇടത്തുള്ളായിരുന്നു. അതിൽ ലാസ്റ്റ് 1.5 മണിക്കൂർ അതിൻ്റെ പുറകെ ഇരുന്നെന്നുള്ള. കാരണം 2-3 പ്രാവശ്യം ആ താഴത്തെ ഒരു 1-2 മിനിറ്റിൻ്റെ വീഡിയോയേ ഉള്ളൂ. ആ വീഡിയോയ്ക്ക് 1-2 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ 1.5 മണിക്കൂർ ഇരുന്ന് സമയം കളഞ്ഞ് വീണ്ടും പറഞ്ഞ് അവസാനം എന്തോന്നിന് ശരിയാക്കി ഇട്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ, എന്നിട്ട് ഇവർ കിടന്ന് ഉറങ്ങുവാന്നേ, ഞാൻ തന്നെയുള്ള പരിപാടിയായത്. അപ്പോൾ രാവിലെ വീഡിയോ ഇടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് പറയാം നീ എപ്പോൾ ഇട്ട്? ഞാൻ ഞാൻ ഇടയ്ക്കോട്ടെ എനിക്ക് കുറച്ച് കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഇനി കമൻസുകൾ കണ്ടത് എനിക്ക് എൻ്റെ ആ ടെൻഷനും പ്രയാസവും എല്ലാം അങ്ങ് മാറി. അങ്ങനെ വീണ്ടും ഇട്ടതാണ്. ചില സമയത്ത് മനുഷ്യനങ്ങ് ആകെ, കാരണം നിങ്ങൾ നോക്കുമ്പോൾ 14 മിനിറ്റിൻ്റെ വീഡിയോ ഈ കാണാതെ കൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കങ്ങ് വിഷമം വരും. എന്ത് നമ്മൾ ബുദ്ധിമുട്ടിയായി വീഡിയോ ഇടുന്നതെന്ന് അറിയാമോ? കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ. അതേസമയം നമ്മൾ നോർമൽ സൗണ്ടൊക്കെ കൊടുത്താൽ നമ്മളങ്ങ് എക്സ്പോർട്ടിങ് ചെയ്താൽ മതി, നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. അതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. പിന്നെ ആരുടെ കമൻ്റ് ഉണ്ട്? അങ്ങനെ കുറേ പേരുടെ ചിലർ പറഞ്ഞ് കുറേയും കൂടെ സൗന്ദര്യം. അതേ ആ ക്യാമറയുടെയാണ്, ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുടെയാണ്. അടുക്കള വെച്ചൊക്കെ എടുക്കുന്നുണ്ടേ, ക്യാമറ നല്ല ക്ലാരിറ്റിയാണ്. ഇന്ന് കണ്ട് അത്ര ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്, അല്ല പഴയതുപോലെ തന്നെ ഉള്ളു. ഓക്കെ, എന്നാൽ ഇനി നമുക്കേ
വീഡിയോയിലോട്ട് പോകാം. മുടി അഴിച്ചിട്ട് കണ്ടേ ഷൈനി കുട്ടി. ഈ ചൂടും പിടിച്ച് ആരും മുടി അഴിച്ചിടും. എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല. എനിക്ക് വാരി ഇങ്ങനെ കെട്ടിയിടുന്ന ഇഷ്ടം. അന്നേരം രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണികൾ കഴുകാനായിട്ട് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചങ്ങ് കഴുകി അതെല്ലാം ഇനി എടുത്ത് ആ ബേസിൻ്റെ അതിൻ്റെ അകത്തോട്ട് ഇടണം. അങ്ങനെയുള്ള ജോലി. പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം. അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പം ഞാൻ ഈ ചൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്ന് ചേച്ചി കിച്ചണിൽ ഫാൻ ഫിറ്റ് ചെയ്യുന്നു. കിച്ചണിൽ ഫാനുണ്ട്. ഇങ്ങനെ അരിയുന്ന സമയത്തൊക്കെ ഫാൻ ഇടും. അല്ലാതെ നമ്മൾ ഗ്യാസ് ഓണാക്കി ഇടുമ്പോൾ ഫാൻ ഇട്ടാൽ ഗ്യാസ് ശരിക്കും അതിൻ്റെ അടിയിൽ കിട്ടത്തില്ലല്ലേ. അല്ലാതെ എക്സോസ് ഫാനും ഉണ്ട്. അതാ ഞാൻ ഇപ്പോൾ ഈ സൗണ്ട് കേൾപ്പിച്ചത്. അതിട്ടുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും ഒക്കത്തില്ല. എക്സോസ് ഫാൻ എപ്പോഴും ചാലുവാണ്. പക്ഷേ ഫാൻ നമുക്ക് ഇങ്ങനെ ഈ അരിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഫാൻ ഇടാം. അല്ലാതെ ഫാനും ഉണ്ട്. എന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയത്തില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ചൂട്. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് പറഞ്ഞു ചേച്ചി സബ്ജ സീഡ്, അത് ഞാനും കേട്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങ് മറന്നുപോയി. ഞാനത് അന്ന് ആ സമയത്ത് ഇങ്ങനെ വെള്ളത്തിയിട്ട് കുടിക്കുമായിരുന്നു സബ്ജ സീഡ്. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്ന് അത് ചിലപ്പം എനിക്ക് പക്ഷേ ഗ്യാസായിട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. അതൊന്ന് വാങ്ങിക്കണം. നമ്മൾ ചില സമയത്ത് എല്ലാം അറിയാം പക്ഷേ മറന്നു പോകുമെന്ന് പറയുന്ന പോലെ മറന്നുപോയി ഞാനങ്ങ്. അപ്പോൾ ഓർപ്പിച്ചതാ. എനിക്ക് ഒത്തിരി താങ്ക്സേ. അപ്പോൾ അത് കഴിഞ്ഞ് അച്ചാറിന് വാങ്ങിച്ച മീനുണ്ടായിരുന്നു. മീനിൻ്റെ നമ്മൾ കുറച്ചെടുത്ത് വെച്ചായിരുന്നല്ലേ, അതിന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ പിള്ളേർ പിന്നെ ഇപ്പം താഴോട്ട് പോയില്ല. പോകണ്ടെന്ന് പറഞ്ഞാലും അവർ പോവും. പോകുമ്പോഴും ചിലപ്പം രാവിലെ ഈ ടെസ്റ്റ് ഇടുവാണെങ്കിൽ രാവിലെ അവർ വിളിക്കും. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് പോയാൽ മതി. ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും പോവും വൈകിട്ടും പോവും. ഇതിൻ്റെ അകത്തെ ആ മീനിൻ്റെ അകത്തെ മുള്ളും വാലും അങ്ങനെയുള്ള പീസാണ്. അത് പീസായിട്ടുള്ളത് ഇവർക്ക് കൊടുക്കാം. ബാക്കി മുള്ളൊക്കെ നമുക്ക് കഴിക്കാം. ഉലുവപ്പൊടി ഞാനിപ്പോൾ ഇത് ഇടുന്നുണ്ട്. പുളിവെള്ളം കൂടെ ഒഴിച്ച്. അപ്പം ഞാനിന്നലെ പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ആരെങ്കിലും അല്ലാതെ തെറ്റിദ്ധരിച്ചോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പിള്ളേർ പട്ടിയെ തൊടുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ പട്ടികൾ പിന്നെ കുളിപ്പിക്കത്തുമില്ല, ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുന്ന പട്ടികളല്ലേ. അതുകൊണ്ടാണ് ഞാൻ അവരോട് എടുക്കണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ നാട്ടിൽ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പട്ടിയൊന്നുമില്ല. അല്ലാതെ വേറെ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പട്ടിയെ ഇഷ്ടമല്ല ആ രീതിയിലല്ല, പട്ടിയെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഈ ഇതുങ്ങളെ കുളിപ്പിക്കാത്തത് കൊണ്ടും ഇഞ്ചക്ഷൻ എടുക്കുമെന്നൊന്നും അറിയും. ഒരു പ്രാവശ്യം പ്രൈസം മോനെ കടിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ 3 ഇഞ്ചക്ഷൻ എടുത്തു. കാരണം പല്ലങ്ങ് പതിഞ്ഞില്ലായിരുന്നു. ഇച്ചിരി ഒന്ന് ആ കടിച്ച ഒന്ന് ആയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ തൊഴണ്ടെന്ന് പറയുന്നത്. ഇവർ പറയാം കുഴപ്പമില്ലെന്ന്. എപ്പോഴും ഇതുങ്ങൾക്ക് ദേഷ്യം വന്നാൽ കടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലല്ലേ, അതുകൊണ്ടുള്ള ഒരു പേടിയാണ്. അപ്പം ഞാൻ അരപ്പ് തിളച്ചുടനെ ഇതെല്ലാം പറക്കിയിട്ട് ഇതിപ്പോൾ 2-3 ദിവസത്തേക്കിന് കാണും. അപ്പം ഞാൻ അന്ന് ഓരോ കെട്ട് വെച്ചിരുന്നതല്ലേ, അതുകൊണ്ട് എടുത്തതങ്ങ് ഇട്ടു. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ കറിവേപ്പില നല്ല അടിപൊളി മണമുള്ള നല്ല കറിവേപ്പിലയായിരുന്നു. കാരണം നമുക്കതറിയാൻ, നമ്മളിപ്പോൾ 2 ദിവസം വെച്ചാലും അത് ആ പച്ചപ്പ് അങ്ങോട്ട് പോകത്തില്ല. ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 2 ദിവസമായി, എന്നിട്ടും അതിൻ്റെ പച്ചപ്പ് അങ്ങോട്ട് പോയിട്ടില്ല. നല്ല മണമായിരുന്നു. അപ്പം ഞാൻ ഇത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് പകുതി അടച്ച് വയ്ക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വെജിറ്റബിൾ റേറ്റാൻ വാങ്ങിക്കാൻ പോയി എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് മുംബൈ അച്ചായൻ എന്ന് പറഞ്ഞൊരു ഒരു ചാനലുണ്ട്. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഇതുപോലാന്ന്. പുള്ളിക്കാരനെ വിടുവാണെങ്കിൽ ഇതുപോലെ. അപ്പോൾ മീൻ അപ്പുറത്ത് അടപ്പത്തോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇനിയും തോരൻ വയ്ക്കാനായിട്ട് പോവുക. അതിനായിട്ട് കടുകൊക്കെ ഇട്ടത് പൊട്ടിച്ചിട്ടുണ്ട്. തോരൻ വെക്കുന്നത് കോവയ്ക്കാത്തോരനാണ്.
അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇത്തിരി മൂത്ത അതുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് മെഴുക്ക് പുരട്ടാനാണ് നല്ലത്. എന്തു വന്നേലും ഞാൻ അരിഞ്ഞെടുത്തിട്ട് നല്ല വെറും പച്ചയാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ്. അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വെച്ചാൻ പറഞ്ഞ് അങ്ങാടത്ത് ചോദിച്ചോണ്ടേ നല്ല പഴുത്തതല്ല, മീൻസും മുറ്റിയതല്ല, നല്ല പിഞ്ചാന്നും പറഞ്ഞാൽ തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരിഞ്ഞത്. പക്ഷേ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി തേങ്ങയും മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച് കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട്, കോവയ്ക്ക ഷുഗറുകാർക്ക് നല്ലതാണ്. ഡെയിലി കുറച്ച് കോവയ്ക്ക വയറ്റിച്ചെല്ലുന്നത് നല്ലതാണെന്ന അറിവ്. ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ എന്നുള്ള പരിപാടി, തുണിയൊക്കെ കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു. കുറച്ച് നേരം ആയായിരുന്നു കഴിഞ്ഞിട്ട്. പിന്നെ ഇച്ചിരി ഒന്ന് ഒതുങ്ങട്ടെന്നും പറഞ്ഞ് ഞാൻ നിന്നെയാണ്. അപ്പോൾ ഷീറ്റുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിടട്ടെ. എന്നെ ആണെങ്കിൽ വിയർത്ത് കുളിച്ച് നടക്കുക. അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. അപ്പം മോരുണ്ടാക്കാൻ ഇത്തിരി തൈര് മിക്സിയിൽ അടിച്ചായിരുന്നു. അപ്പം ഞാനൊരിച്ചിരി മോരുമുളക് എടുത്ത് കുടിക്കും. അപ്പം കുറേ ദിവസത്തിന് മുമ്പ് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, വിജി പിങ്ക് സോൾട്ട് യൂസ് ചെയ്യുമെന്ന്. ഇതിപ്പോൾ പിങ്ക് സോൾട്ടാണ്. ഞാനിത് കുക്കിങ്ങിന് എടുക്കാറില്ല. ഇപ്പം ഇങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴോ ഇങ്ങനെയുള്ള മോരുവെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഞാൻ ഈ സോൾട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലൊക്കെ മോരുവെള്ളം കുടിക്കുന്നത് നമ്മുടെ കൊച്ചുള്ളി ചതച്ചിട്ട് കറിവേപ്പിലയും വേണമെങ്കിൽ കാന്താരിയൊക്കെ ഞെവിടിയ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഉള്ളി ചതച്ചിട്ടിട്ട് കുടിക്കും. കറിവേപ്പില ഇങ്ങനെ ഒന്ന് മുറിച്ചിടും. പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തില്ല, അതിനൊന്നും സമയം കിട്ടിയില്ല. ഇച്ചിരി വയറിന് നല്ല തണുപ്പായത് ഇത് കുടിക്കുന്ന ഇടയ്ക്ക്. ഇങ്ങനെ എന്നും ഇവിടെ തൈര് കാണും. പക്ഷേ ഈ മോരെങ്ങനെ അടിക്കുന്ന സമയത്തെ ഓർക്കത്തുള്ളൂ, അല്ലാത്തപ്പം ഓർക്കത്തില്ല കുടിക്കാൻ. അപ്പോൾ അവർക്ക് ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു, ഫ്രഷ് ജ്യൂസ്. അങ്ങനെ വെച്ചാൽ ഈ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് വരുമ്പം മിക്കവാറും വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അവർക്കത് കൊടുക്കും. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് ഞാൻ തീ ഓഫാക്കി. എന്നിട്ടും അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തോരനെല്ലാം റെഡിയായി. അപ്പോൾ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൊണ്ടിപ്പോൾ ഞാൻ അതുകൂടെ അങ്ങ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തോരനും ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന കോവയ്ക്കാത്തോരൻ കൂട്ടി ചപ്പാത്തി തിന്നാൻ നല്ലതാണ്. അല്ലാതെ മെഴുക്കുവരട്ടി നല്ല. ഇങ്ങനെ ഈ കിശുകിശായിരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടി ചപ്പാത്തി നല്ലതാണ്. അപ്പോൾ ഞാൻ മോരും അവിടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കടുകൂടെ വറുത്തി ചേർത്താൽ മതി. അപ്പം മീൻകറിയായി, മോരുമായി. മോര് ഇവനെന്നും വേണമല്ലേ പോളിന്, അതുകൊണ്ടങ്ങ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമായി ഈ തൈരും പഞ്ചസാരയും പഴവും ചോറുകൂടി ഇട്ട് ഇളക്കി കഴിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ബെൻസി അങ്ങനെ കഴിക്കുമായിരുന്നു. ഈ കല്യാണത്തിനൊക്കെ പെണ്ണിങ്ങനെ കൊടുക്കത്തില്ലായിരുന്നോ ലാസ്റ്റിൽ തൈരും പഴവും പഞ്ചസാരയും കൂടെ. അപ്പോൾ ഉച്ചക്കത്തെയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തോര് ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.